സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ബോംബ് ഭീഷണി. ഇന്ന് രാജ്ഭവൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, വീട്, നെടുമ്പാശ്ശേരി വിമാനത്താവളം എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇമെയിൽ വഴി തന്നെയാണ് ഇന്നും ഭീഷണി സന്ദേശം ലഭിച്ചത്. ക്ലിഫ് ഹൗസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. ക്ലിഫ് ഹൗസിന്റെ പരിസരത്ത് നിന്ന് ഹരികൃഷ്ണ, സെക്രട്ടേറിയറ്റിൽ നിന്ന് അനന്തകൃഷ്ണനും, കൊച്ചിയിൽ നിന്ന് ബിനിലും വിശദ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം TS ഹരികൃഷ്ണയിലേക്ക്. ഹരികൃഷ്ണ, ക്ലിഫ് ഹൗസിലേക്ക് എപ്പോഴാണ് ഈ സന്ദേശം എത്തിയത്? ഇതിനൊക്കെ ഈ എല്ലാ സന്ദേശങ്ങൾക്കും ഒരു സമാന സ്വഭാവമാണോ ഉള്ളത്? അതെ, മുഖ്യമന്ത്രിയുടെ വസതിക്ക് ഈ ഒരു ഇമെയിൽ സന്ദേശം വന്നതിന് പിന്നാലെ തന്നെ പരിശോധന വ്യാപകമായിരുന്നു. ഞാൻ നിൽക്കുന്നത് ഈ ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന വഴിക്ക് മുൻവശത്താണ്. നമുക്ക് അകത്തേക്ക് പ്രവേശനമില്ല, ഈ ഭാഗം വരെ നമുക്ക് പോകാൻ കഴിയൂ. ഈ റോഡിൻ്റെ നേരെ ചെന്നുന്ന സ്ഥലമാണ് ക്ലിഫ് ഹൗസ് ഇരിക്കുന്നത്. ഈ റോഡിൻ്റെ രണ്ട് വശത്തും മന്ത്രിമാരുടെ വസതികൾ കൂടുന്നുണ്ട്. ഈ പരിശോധന നടക്കുന്ന സമയത്ത് ഈ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല. മന്ത്രിമാരുടെ വസതിയുടെ ആ പരിസരത്തും ഒപ്പം തന്നെ ഇതിന് സമാന്തരമായി പോകുന്ന റോഡിൻ്റെ ഭാഗത്ത് ഉദ്യോഗസ്ഥരുടെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പരിശോധന നടന്നു. ഭാഗ്യവശാൽ പരിശോധനയിൽ വേറൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആശ്വാസമുളവാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ വരുമ്പോൾ അതിനുള്ള നടപടി എത്രത്തോളം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് സമീപത്ത് നിന്ന് അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അനന്തൻ, സെക്രട്ടേറിയറ്റിലേക്ക് സന്ദേശം എത്തിയത് എപ്പോഴാണ്? എന്താണ് സന്ദേശത്തിലുള്ളത്? മോദി ഈ സംസ്ഥാന തലസ്ഥാനത്തെ 4 കേന്ദ്രങ്ങളിൽ ഏതാണ്ട് ഒരേ സമയമാണ് ഒരേ മെയിൽ ID-യിൽ നിന്നാണ് ഭീഷണി സന്ദേശം വന്നത്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും സ്ഫോടനം നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നും ആ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, സെക്രട്ടേറിയറ്റിലെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന പൂർത്തിയായി. അതേസമയം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരുകയാണ്. അതിനിയും കുറച്ചുകൂടി സമയം വേണ്ടിവരും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം ഒരുപാട് ഫയലുകളുമൊക്കെ സേഫ് ഒക്കെ ഉണ്ട്, അതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ രാജ്ഭവനിലെ പരിശോധനയും പൂർത്തിയായിട്ടുണ്ട്. രാജ്ഭവനിലും മുഖ്യമന്ത്രിക്കും ലഭിച്ച ഇമെയിൽ സന്ദേശം ഒരേ തരത്തിലുള്ളതാണ്. അതിൽ പക്ഷേ ഈ അയച്ച ആൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിൽ രാജ്ഭവനിൽ ഗവർണറെ വധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഈ രാജ്ഭവൻ എന്നുള്ളത് മാറ്റിയിട്ടില്ല. മുഖ്യമന്ത്രിക്ക് അയച്ച അതേ സന്ദേശം കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് മാറ്റി ഗവർണറുടെ പേര് ചേർത്തു. പക്ഷേ ക്ലിഫ് ഹൗസിലെ സ്ഫോടനം എന്ന് തന്നെയാണ് അതിൽ ഉള്ളത്. അതുകൊണ്ട് ഈ അയക്കുന്നവർ ശ്രദ്ധിക്കുക, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുമ്പോൾ വാചകങ്ങളൊക്കെ ഒന്ന് കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് വേണം അയക്കാൻ. ഏതായാലും ഇന്നത്തെ ഈ സന്ദേശവും വ്യാജമാണെന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ വലിയ ഗൗരവത്തോടെയാണ് തുടർച്ചയായി 2 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന 15-ലധികം സന്ദേശങ്ങളെ കാണുന്നത്. അതിന് കാരണം പ്രധാനമന്ത്രി വിഴിഞ്ഞം പോർട്ട് കമ്മീഷൻ ചെയ്യാൻ വേണ്ടി വരാനിരിക്കുന്ന ദിവസം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളെ ഒക്കെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടുതൽ സമയം മറ്റ് ഈ പരിശോധനയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന രീതിയിൽ നടത്തുന്ന ഈ ഇമെയിൽ സന്ദേശങ്ങൾ അത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് എന്നുള്ളതും പോലീസ് നേതാക്കളെ ഉറപ്പായി കഴിഞ്ഞു. അതുകൊണ്ട് ഗൗരവമായ സന്ദേശം വന്ന സ്ഥിതിക്ക് നമുക്കതിനെ വളരെ ലളിതമായി എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവനക്കാരെയും സന്ദർശകരായിട്ട് എത്തുന്നവർക്കും ഒക്കെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? സന്ദർശകർക്ക് ഒന്നും വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സന്ദർശകർ പോകുന്നുണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ് സെക്രട്ടേറിയറ്റ്. സാധാരണ നിലയിൽ തന്നെയാണ് സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കുന്നത്. അതേസമയം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഈ പരിശോധന നടത്തുന്ന സ്ഥലങ്ങളിൽ ജീവനക്കാരെ അവിടെ മാറ്റി നിർത്തിയിട്ടൊക്കെയാണ് പരിശോധന. അതുകൊണ്ട് ഈ സന്ദേശം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായൊക്കെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെ ഇങ്ങനെ ഈ ഒരു പരിശോധനയിലേക്ക് മണിക്കൂറുകളോളം വ്യാപൃതരാകുന്നു. അതിനൊപ്പം തന്നെ ഈ ജീവനക്കാരുടെ ജോലിയെയും അത് കാര്യമായി ബാധിക്കും. സമയം പോകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഫയലുകൾ ജീവിതമാണ്. ആ ജീവിതം വളരെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യേണ്ട ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ കുറച്ചു നേരമെങ്കിൽ കൂടി ആ സേവനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായി വരികയാണ്. നമുക്ക് കൊച്ചിയിൽ നിന്ന് ബിനിൽ കൂടി ഒപ്പം ചേരുന്നു. ബിനിൽ, എല്ലാ സന്ദേശങ്ങളും ഇത്തരത്തിലുള്ള ഡാർക്ക് വെബുകളിൽ നിന്നാണോ വരുന്നത്? ഈ സന്ദേശങ്ങളുടെ ഒന്നും ഉറവിടം കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും നമ്മുടെ പക്കൽ ഇല്ലേ, സൈബർ സെക്യൂരിറ്റിയുടെ പക്കൽ? മോത്തി, ഇതുവരെ ഇതിന്റെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് എല്ലായിടത്തും എത്തിയിരിക്കുന്ന സന്ദേശത്തിന് ഒരു പൊതു സ്വഭാവമുണ്ട്. നേരത്തെ ഹൈക്കോടതിയിലടക്കം ഇത്തരത്തിൽ വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞിരുന്നത് ഈ RDX ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലോസീവ് വെച്ചിരിക്കുന്നു എന്നതാണ്. ഇതേ സന്ദേശം തന്നെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എയർപോർട്ട് PROയുടെ ഇമെയിലിലേക്ക് വന്നത്. ആ
മെയിൽ വന്ന സന്ദേശം വന്ന മെയിൽ ID അടക്കമുള്ളവ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഈ സന്ദേശത്തിൽ പറയുന്നത് 2 മണിക്കുള്ളിൽ എല്ലാവരെയും ഒഴിപ്പിക്കണമെന്നതായിരുന്നു. ആ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇത് CRPF അവിടെ വളരെ വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയും അവിടെ തന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനുള്ളിൽ തന്നെ ബോംബ് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെല്ലാം ഉണർന്നുകൊണ്ട് അവർ എല്ലാ ടെർമിനലുകളിലും പരിശോധന നടത്തി. ഇപ്പോൾ ഈ വിമാന സർവീസുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ ഒരുപാട് പോകുന്ന തരത്തിലാണ് ഈ വ്യാജ സന്ദേശങ്ങൾ വരുന്നത്. പക്ഷേ എല്ലാ ഘട്ടത്തിലും ഇത് വ്യാജമാണോ എന്നത് നമുക്ക് കരുതിയിരിക്കേണ്ടതുണ്ട്. ആ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കുക, സുരക്ഷാ പരിശോധനകൾ കൃത്യമായി നടത്തുകയും വേണമല്ലോ.